വയനാട്ടിൽ സ്വകാര്യ റിസോർട്ടിൽ പണം പിരിക്കാനെത്തിയ മാവോയിസ്റ്റ് സംഘവുമായി നടന്ന ഏറ്റുമുട്ടലിൽ മാവോവാദി നേതാവ് സി.പി. ജലീൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടന്ന ഏറ്റുമുട്ടലിൽ 2 പേർക്ക് പരിക്കേറ്റതായും ഇവർ രക്ഷപ്പെട്ടതായും പോലീസ് പറഞ്ഞു. റിസോർട്ടിൽ നിന്ന് സായുധ സംഘം ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. മരിച്ച ജലീലിന്റെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് 2 അംഗ മാവോവാദി സംഘം ലക്കിടിയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയത്. 50,000 രൂപയും 10 പേർക്ക് ഭക്ഷണവും ആവശ്യപ്പെടുകയും 1 വർഷത്തേക്ക് 2 ലക്ഷം രൂപ നൽകണമെന്നും പറഞ്ഞു. റിസോർട്ടിൽ അപ്പോഴുണ്ടായിരുന്നവർ പണം നൽകിയെങ്കിലും കൂടുതൽ പണം മാവോയിസ്റ്റുകൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ റിസോർട്ടിലെ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും തണ്ടർബോൾട്ട് സംഘവും എത്തി. പോലീസിന് നേരെ വെടിവെപ്പുണ്ടായി. പോലീസ് തിരിച്ചും വെടിവെച്ചതോടെ സംഘം ചിതറിയോടി. ഇന്ന് പുലർച്ചെയോടെയാണ് സംഘത്തിലൊരാൾ വെടിയേറ്റ് മരിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. മരിച്ചത് മാവോവാദി നേതാവ് സി.പി. ജലീലാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമായ സുഗന്ധഗിരി മേഖലയിൽ ഓപ്പറേഷൻ അനാക്കൊണ്ട എന്ന പേരിൽ നടത്തിവരുന്ന പോലീസ് ആക്ഷൻ തുടരുമെന്നും കണ്ണൂർ റേഞ്ച് ഐജി ബൽറാം ഉപാധ്യായ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈയിടെ റൈറ്റ് ഇടയ്ക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അവരെ ആൾക്കാർക്ക് ഇവിടെ ഒരു കാശ് ചോദിച്ചു. അവിടെ വളരെ കഷ്ടിച്ചിട്ടാണ് ഇവിടെ 10 ഇവിടുത്തെ എല്ലാ ജോലിക്കാരും അവിടെ കഷ്ടിച്ച് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുമ്പോൾ പോലീസിന് വിവരം കിട്ടുമ്പോൾ പോലീസ് ഇവിടെ വന്നു. അതിൽ പോലീസിന് അവിടെ ഒരു ഓടിക്കുമ്പോൾ 2 പേർ അവിടെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു ആൾക്ക് ഫയറിംഗ് കവറിംഗ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് പോലീസിന് ഫയർ ചെയ്യുമ്പോഴാണ് പോലീസ് അവർക്ക് ആദ്യത്തെ ഷൗട്ട് ചെയ്തിട്ട് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി. അത് ഒന്നും ചെയ്യാതെ പോലീസിന് വീണ്ടും ഫയർ ചെയ്യുമ്പോൾ പോലീസ് അവിടെ ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി അത് ഒരു റിലീസ് ചെയ്യുമ്പോഴാണ് ദിവസം മൊത്തം രാത്രി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. റിസോർട്ടിലെത്തിയ സായുധ സംഘത്തിലെ മറ്റുള്ളവർ സമീപത്തെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടുവെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ വനത്തിൽ തണ്ടർബോൾട്ട് സംഘം പരിശോധന തുടരുകയാണ്. മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച 30ഓളം തണ്ടർബോൾട്ട് അംഗങ്ങളാണ് കാട്ടിൽ പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. മാവോയിസ്റ്റുകൾക്കെതിരെ നടപടിയെടുത്തത് നാട്ടുകാരുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസ് ഇൻഫർമേഷൻ സെന്റർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വയനാട്ടിലെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലക്കിടി ഉപവൻ റിസോർട്ടിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ സംഭവത്തെ തുടർന്ന് ഒരാൾ മരണമടഞ്ഞിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് പുറമെ മജിസ്ട്രേറ്റ് തല അന്വേഷണം കൂടി പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് പോലീസിന്റെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ വിശദമാക്കിയിട്ടുള്ളത്? ജോർജറ്റ്, ഇന്നലെ രാത്രിയോടെ വയനാട്ടിലെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലക്കിടി ഉപവൻ റിസോർട്ടിൽ ആയുധധാരികളായ ഒരു സംഘം മാവോയിസ്റ്റുകൾ അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരെ തടഞ്ഞു വെച്ചുകൊണ്ട് പണം പിടിച്ചു വാങ്ങാനും ഭക്ഷണം കരസ്ഥമാക്കാനും ശ്രമിച്ചു. സായുധ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ അവർക്ക് നേരെ അക്രമ സംഘം മാവോയിസ്റ്റുകൾ വെടിവെച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തകനായ സി.പി. ജലീൽ എന്നൊരാൾ മരണപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ പോകുന്നത് എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ മൃതദേഹം ഇൻക്വസ്റ്റിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് ഐജി ബൽറാം കുമാർ ഉപാധ്യായ, വയനാട് ജില്ലാ പോലീസ് മേധാവിയായ കറുപ്പസ്വാമി, അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് വേട്ടയുടെ സംസ്ഥാനത്തിലെ ചുമതലക്കാരൻ കൂടിയായ SP ഓപ്പറേഷൻസ് ദേവേഷ് കുമാർ ബെഹ്റ എന്നിവർ ഇപ്പോൾ വയനാട്ടിലുണ്ട്. അവർ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് എന്നതാണ് DGPയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാവോയിസ്റ്റുകളിൽ നിന്നും നിരന്തരമായി കുട്ടികളും സ്ത്രീകളും നാട്ടുകാരുമെല്ലാം ശല്യം നേരിടുകയാണ്. അർദ്ധരാത്രികളിൽ വീടുകളിൽ മുട്ടിവിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും പണവും ഭക്ഷണവും ചോദിച്ചു വാങ്ങുന്നതും പതിവായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിനെ തുടർന്ന് മാവോയിസ്റ്റുകൾക്കെതിരായ നീക്കം പോലീസ് ശക്തിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ മുതൽ വയനാട്, കോഴിക്കോട്, റൂറൽ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഓപ്പറേഷൻ അനാക്കോണ്ട എന്ന പേരിൽ പോലീസ് ഒരു തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തണ്ടർബോൾട്ട്, ആന്റി നക്സൽ സ്ക്വാഡ്, ലോക്കൽ പോലീസ് എന്നിവയുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച പോലീസ് സേനാംഗങ്ങളാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നതെന്നും മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നവരെ അവർക്കെതിരെയുള്ള പോലീസ് നടപടികൾ തുടരുമെന്നും സ്ഥലത്ത് സുശക്തമായ പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും DGP ലോക്നാഥ് ബെഹ്റ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. വ്യക്തമാണ്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. സായുധ മാവോയിസ്റ്റ് സംഘം നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന പ്രദേശത്താണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് പോലീസിന്റെ വാർത്താക്കുറിപ്പ്. വിവരങ്ങളാണ് ജീവൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.
റഫേൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. രേഖകൾ കാണാനില്ലെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ രക്ഷിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ വാദം വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. റാഫേൽ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ഹിന്ദു ദിനപത്രത്തിനെതിരെ കേസെടുക്കണമെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെ അപലപിക്കുന്നതായി മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡും വ്യക്തമാക്കി. പ്രളയ ദുരിതാശ്വാസ സഹായമായി ലഭിച്ച ആഹാര സാധനങ്ങളടക്കം മാവോയിസ്റ്റ് സംഘങ്ങൾ എടുത്തുകൊണ്ടുപോയ സംഭവം പ്രദേശവാസികൾ പരാതിപ്പെട്ട മേഖലയാണ് ലക്കിടിക്ക് സമീപത്തെ സുഗന്ധഗിരി. ഇവിടെയുള്ള ആദിവാസി കോളനികളിൽ സ്ഥിരമായി സായുധ സംഘങ്ങളെത്തി ആഹാര സാധനങ്ങളടക്കം ശേഖരിച്ചു മടങ്ങുന്നത് പതിവായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തണ്ടർബോൾട്ട് പോലീസ് സംഘങ്ങളുടെ നിരന്തര നിരീക്ഷണത്തിലുമാണ് പ്രദേശം. ദിവസങ്ങൾക്ക് മുൻപ് റാഫേൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതോടെ കേന്ദ്ര സർക്കാരിന്റെ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. രേഖകൾ കാണാനില്ലെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ രക്ഷിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ വാദം വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. റഫാൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്ത് നിന്നുയരുന്നത്. റഫാൽ ഇല്ലെങ്കിൽ വ്യോമസേനയുടെ പ്രതിരോധശേഷി കുറയുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചതിനെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണ് വാദം. മോദി സർക്കാർ എന്തിനാണ് തുടർച്ചയായി സേനയെ അപമാനിക്കുന്നതെന്നും യെച്ചൂരി ചോദിച്ചു. രേഖകൾ മോഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നത് മോദിയെ രക്ഷിക്കാനാണെന്ന് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ മോദി ഭയപ്പെടുന്നത്? പ്രതിപക്ഷം പാക് സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്ന മോദി ആരോപണത്തെ രാഹുൽ പരിഹസിച്ചു. പത്താൻകോട്ടിൽ തെളിവ് നൽകാൻ പാകിസ്ഥാനെ ക്ഷണിച്ചത് ഞങ്ങളല്ല, പാക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയതും നമ്മളാണോ എന്ന് ഒപ്പമുണ്ടായിരുന്ന വക്താവ് സുർജേവാലയോട് പരിഹാസ രൂപേണ രാഹുൽ ചോദിച്ചു. Prime Minister has got ISI to investigate Pathankot. Prime Minister is going to Mr. Nawaz Sharif's wedding and we are the poster boys. He is the poster boy of Pakistan, hugging Mr. Nawaz Sharif, calling Mr. Nawaz Sharif to his swearing in over here, doing a big drama. The fact of the matter is that the issue here is corruption in Rafale. റഫാൽ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ഹിന്ദു ദിനപത്രത്തിനെതിരെയും മാധ്യമ പ്രവർത്തകനെതിരെയും ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രയോഗിക്കുമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡ് അപലപിച്ചു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തനിക്കെതിരായ കോടതിയലക്ഷ്യ കേസ് ജസ്റ്റിസ് അരുൺ മിശ്ര കേൾക്കരുതെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം കോടതി തള്ളി. അരുൺ മിശ്രയാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ പക്ഷപാതപരമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ വാദം. CBI ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കോടതിയലക്ഷ്യ കേസിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറഞ്ഞു. കേസ് തുടർവാദത്തിനായി മാർച്ച് 29 മാറ്റി. CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ച സംബന്ധിച്ചുള്ള പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ്, മാധ്യമങ്ങളിൽ നടത്തിയ പ്രസ്താവന എന്നിവയുടെ പേരിലാണ് കോടതിയലക്ഷ്യ ഹർജി. അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം നാഗേശ്വർ റാവുവിനെ ഇടക്കാല ഡയറക്ടറാക്കി വീണ്ടും നിയമിച്ചിരുന്നു. എന്നാൽ നാഗേശ്വർ റാവുവിന്റെ നിയമനം ഉന്നതാധികാര സമിതിയുടെ സമ്മതത്തോടെയല്ല എന്നാണ് ഭൂഷൺ പറഞ്ഞതും ട്വീറ്റ് ചെയ്തതും. അപ്പോൾ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള സമയമായിരുന്നു. ആ സാഹചര്യത്തിലാണ് അറ്റോർണി ജനറലും കേന്ദ്ര സർക്കാരും കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് അരുൺ മിശ്രയാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ പക്ഷപാതപരമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രശാന്ത് ഭൂഷന്റെ അഭിഭാഷകനായ ദുഷ്യന്ത് ദാവെ വാദിച്ചു. കേസ് പരിഗണിക്കുന്ന ജഡ്ജിൽ നിന്ന് പക്ഷപാതപരമായ നിലപാടുണ്ടെന്ന ആശങ്ക ആരോപണ വിധേയൻ പ്രകടിപ്പിച്ചാൽ ജഡ്ജി കേസിൽ നിന്ന് പിന്മാറണമെന്നതാണ് ചട്ടമെന്നും ദാവെ വാദിച്ചു. പക്ഷേ ജസ്റ്റിസ് അരുൺ മിശ്ര ഇത് അംഗീകരിച്ചില്ല. 2 തവണ ജഡ്ജിമാർ പിന്മാറിയ കേസാണിത്. ആദ്യം ജസ്റ്റിസ് സിക്രിയും പിന്നീട് ജസ്റ്റിസ് രമണയും. അതുകൊണ്ട് ഞങ്ങൾ കേസ് കേൾക്കുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. അതേസമയം പ്രശാന്ത് ഭൂഷൺ കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെടണമെന്ന താല്പര്യം തനിക്കില്ലെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഹാജരാകുന്ന അഭിഭാഷകൻ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നത് ശരിയാണോ എന്ന നിയമപ്രശ്നമാണ് തന്റെ ഹർജിക്ക് പിന്നിലെന്നും KK വേണുഗോപാൽ വാദിച്ചു. ചെയ്ത തെറ്റ് പ്രശാന്ത് ഭൂഷൺ സമ്മതിക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും AG പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 2.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഫെബ്രുവരിയിൽ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമിയുടെ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. മോദി സർക്കാരിന്റെ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന് ഏൽപ്പിച്ച ആഘാതം വലുതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. തൊഴിലന്വേഷകരുടെ എണ്ണം കുറയുമ്പോഴും രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്നുവെന്നാണ് 10,000-ലേറെ കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണ്ടെത്തൽ.
2016 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് 2019 ഫെബ്രുവരിയിലെ തൊഴിലില്ലായ്മ നിരക്ക്. 2.5 വർഷം കൊണ്ട് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ച് 7.2%-ലെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 40.6 കോടി പേർ രാജ്യത്ത് തൊഴിലെടുത്തിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 40 കോടിയിലെത്തി. ഗ്രാമീണ മേഖലയിൽ മാത്രം 57 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായി. ഒരു വർഷത്തിനിടെ 1.3% വർധനവ് തൊഴിലില്ലായ്മ നിരക്കിൽ ഉണ്ടായെന്നും സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നടത്തിയ പഠനത്തിൽ പറയുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നുള്ള നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് ഇതേവരെ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി പുതിയ പഠനം. 5 വർഷം കൊണ്ട് 10 കോടി ജോലി നൽകുമെന്ന BJP വാഗ്ദാനം തട്ടിപ്പാണെന്ന് തെളിഞ്ഞെന്നും മോദി സർക്കാർ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന് ഏൽപ്പിച്ച ആഘാതം നിർണയാതീതമാണെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച കണക്ക് പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൃത്യമായ സമയത്ത് ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കഴിഞ്ഞെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു. പക്ഷേ അതിർത്തി ഇപ്പോഴും അശാന്തമാണെന്നും ഇമ്രാൻഖാൻ പാർട്ടി പാർലമെന്ററി യോഗത്തെ അറിയിച്ചു. അതേസമയം കാശ്മീർ അതിർത്തിയിൽ സൈന്യവും തീവ്രവാദികളും നടത്തിയ വെടിവയ്പിൽ ഒരു തീവ്രവാദിയെ വധിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. വ്യോമാക്രമണത്തിലൂടെ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് നീങ്ങിയ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കപ്പെട്ടുവെന്ന് ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു. സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഇത് സാധിച്ചതെന്നും ഇമ്രാൻഖാൻ സ്വന്തം പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു. ഇതിനിടയിൽ അതിർത്തിയിലെങ്ങും പാകിസ്ഥാൻ കൂടുതൽ സേനയെ വിന്യസിച്ചെന്ന റിപ്പോർട്ടും ഇന്ത്യക്ക് ലഭിച്ചു. കാശ്മീരിലെ ഹാദ്വാരയിൽ തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും നടത്തിയ വെടിവയ്പിൽ ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തി. കൂടുതൽ തീവ്രവാദികൾക്കായി പ്രദേശത്ത് സേന തിരച്ചിൽ നടത്തി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ആദേൽ അൽ ജുബേറി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തും. മാർച്ച് 1 സന്ദർശനം നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും സംഘർഷത്തെ തുടർന്നാണ് നീട്ടിവെച്ചത്. പ്രദേശത്ത് സമാധാനം നിലനിർത്തണമെന്ന് പാകിസ്ഥാനോട് സൗദി ആവശ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വെടിവയ്പ്. സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. നരോദ പാട്യ കൂട്ടക്കൊല കേസിലെ മുഖ്യപ്രതി ബജ്രംഗ്ദൾ നേതാവ് ബാബു ബജ്രംഗിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ജാമ്യം. നേരത്തെ 4 പ്രതികൾക്ക് ജാമ്യം നൽകിയിരുന്നു. 2002 ഫെബ്രുവരി 28 ഗുജറാത്തിലെ നരോദ പാട്യയിൽ നടന്ന കൂട്ടക്കൊലയിൽ 97 പേരാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ബാബു ബജ്രംഗി ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 2ാം പ്രതി മാർട്ടിൻ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ വിചാരണ വൈകിപ്പിക്കുന്നത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്നും കോടതി വിമർശിച്ചു. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. ഈ മാസം 11, 12 തീയതികളിലാണ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പായി നേതാക്കൾ തമ്മിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. കഴിഞ്ഞ മാസം 25 മുൻപ് ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്ന് KPCC നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും ഇത് നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 11, 12 തീയതികളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചേരാനാണ് തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് പുറമെ പ്രത്യേക ക്ഷണിതാവായി ഉമ്മൻചാണ്ടിയും ഡൽഹിയിലെത്തും. സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ കൂടാതെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന മുകുൾ വാസനിക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. നിലവിൽ MPമാർ എല്ലാവരും മത്സരരംഗത്തുണ്ടാകുമെങ്കിലും മുല്ലപ്പള്ളി വടകരയിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. വടകരയിൽ LDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനാൽ മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. DCCകൾ നൽകിയ പാനലിൽ ഉൾപ്പെട്ടവരിൽ ആര് മത്സരിക്കണമെന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ശേഷമാകും തീരുമാനമാകുക. MLAമാർ മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശാകും സ്ഥാനാർത്ഥി. വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദീഖ് എന്നിവർക്ക് പുറമെ VV പ്രകാശിനും പരിഗണനാ ലിസ്റ്റിലുണ്ട്. കണ്ണൂരിൽ K സുധാകരനും കാസർഗോഡ് അബ്ദുള്ളക്കുട്ടിക്കുമാണ് സാധ്യത.
ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് കെപിസിസിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാന യോഗമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർഷകരെ ഭീഷണിപ്പെടുത്തുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ. ജപ്തിയും കർഷകർക്ക് നോട്ടീസ് അയക്കുന്ന നടപടികളും നിർത്തിവെക്കാനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇടുക്കിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇടുക്കി ജില്ലയിലെ പ്രളയാനന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും കാർഷിക വായ്പകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള ഉന്നതതല യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. റിക്കവറി നടപടികൾ നിർത്തിവെക്കും. നോട്ടീസ് ലഭിച്ച വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. സർഫാസി നിയമപ്രകാരം കർഷകർക്ക് മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ കടം എഴുതിത്തള്ളണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സംസ്ഥാന ഗവൺമെന്റ് 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനമാണ് കടാശ്വാസ കമ്മീഷന്റെ കാലാവധിയും അതിന്റെ പരിഗണനാ തുകയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കർഷകരുടെ പേരിൽ UDF ഒഴിക്കുന്നത് മുതലക്കണ്ണീരാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇപ്പോ ഇന്നലെ സമരം ചെയ്ത ഗവൺമെന്റ് പിന്നെ പ്രതിപക്ഷ പാർട്ടിയായിരുന്നല്ലോ കേരളത്തിൽ ഭരിച്ചിരുന്നത്. ഞാൻ കൃഷിമന്ത്രിയായിട്ട് വരുമ്പോ 2012 മുതൽ ഈ പാവപ്പെട്ട കൃഷിക്കാരുണ്ടായിരിക്കുന്ന നേച്ചർ കലാമിറ്റിയുടെ ഭാഗമായി കൊടുക്കാനുണ്ടായിരുന്ന 196 കോടി രൂപയുടെ കുടിശ്ശിക വെച്ച ആൾക്കാരാണ് ഇപ്പൊ കൃഷിക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. യോഗത്തിൽ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA-മാരായ PJ ജോസഫ്, ES ബിജിമോൾ, കൃഷി വകുപ്പ് ഡയറക്ടർ, ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലപ്പുറം എടപ്പാൾ വെങ്ങിണിക്കരയിൽ ക്ഷേത്രഭൂമിയിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചു കടത്താൻ ശ്രമിച്ചതായി പരാതി. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് ക്ഷേത്രഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചുകൊണ്ടുപോകാൻ ശ്രമം നടന്നത്. എടപ്പാളിന് സമീപം വെങ്ങിനിക്കരയിലെ കൊടലിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് മരം കടത്താൻ ശ്രമിച്ചത്. 1.5 ഏക്കറോളം ഭൂമിയിൽ നിന്നായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന 27 മരങ്ങൾ മുറിച്ചു. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയായിരുന്നു മരമുറി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര ജീവനക്കാരൻ പോലീസിലും ദേവസ്വം ഓഫീസിലും പരാതിപ്പെട്ടതോടെയാണ് മരം കടത്താനുള്ള നീക്കം പൊളിഞ്ഞത്. അപ്പോൾ ഇതിന്റെ ദേവസ്വത്തിൻ്റെതായ സ്ഥലത്തെ മരങ്ങൾ വെട്ടാൻ അധികാരം നൽകുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ യാതൊരു പെർമിഷനും ഇതില്ല. അതുപോലെ ക്ഷേത്ര കമ്മിറ്റി കാര്യം അറിഞ്ഞിട്ടില്ല. ഇത് വളരെ രഹസ്യമായിട്ട് ആരൊക്കെയായിട്ട് ചെയ്തുള്ള ഡീല് പ്രകാരം പദ്ധതിയിട്ട മരം വെട്ടാണത്. ഇതിനു മുമ്പും ഇതുപോലെ ഇതിന്ന് മരങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ വെട്ടിപ്പോയിട്ടുണ്ട്. അതൊന്നും അന്ന് ആരും പരാതിപ്പെടാനോ ഇല്ലാത്ത കാരണം അത് എല്ലാം അങ്ങനെ അവഗണിക്ക് പോകാനുണ്ടായത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ചങ്ങരംകുളം പോലീസും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. എന്നാൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കയ്യേറ്റക്കാർക്ക് വ്യാജരേഖ നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം നേരിടുന്നവരാണ് മരമുറിക്ക് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ക്ഷേത്രം സംരക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയവർ കയ്യേറ്റക്കാർക്കൊപ്പം നിൽക്കുന്നതിൽ വിശ്വാസികളും അമ്പരപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.